Class 10 chapter 14 Similarity of triangles. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് രണ്ട് ട്രയാങ്കിളുകൾ എപ്പോഴൊക്കെയാണ് നമ്മൾ സിമിലിയർ ആണ് എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിളുകൾ സിമിലിയർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക, അതിനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിൽ ശ്രദ്ധിക്കാം. സിമിലിയർ പ്ലെയിൻസ് ഫിഗേഴ്സ്, നമ്മൾ രണ്ട് ഫിഗറുകൾ എപ്പോഴാണ് ഒരു ഈക്വൽ ആണെന്ന് പറയുന്നത്? എനി ടു പോളിഗൺ വിത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആർ സിമിലിയർ. ഇവിടെ രണ്ട് ഇമേജുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഇമേജുകൾ നമ്മൾ ഈക്വൽ എന്ന് പറയും, രണ്ടും ഒരേപോലെ സിമിലിയർ ആണെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പ്രൊപ്പോർഷനിൽ വരുന്ന ആംഗിളുകളും സൈഡുകളും ഈക്വൽ ആകുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ആംഗിൾ ഉണ്ട് സി, ഇതിൻ്റെ സൈഡുകളൊക്കെ പ്രൊപ്പോർഷനിൽ പിന്നെ ഈക്വൽ ആകുമ്പോൾ നമ്മൾ ഇത് രണ്ടും സെയിം ആണ് എന്ന് പറയും. ഓക്കെ, ഇവിടെയാണ് അതുപോലെയാണ് എനി ടു പോളിഗൺസ് വിത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആർ സിമിലിയർ. ഓക്കെ, ഇനി ഇവിടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. എപ്പോഴാണ് ഒരു ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറാണ് ഇനി പറയുന്നത്. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇന്റർസെക്റ്റിംഗ് ദി അതർ ടു സൈഡ്സ്, the other two sides of the triangle are divided proportionally. ഇവിടെ നമ്മൾ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ്, ഈ ഒരു സൈഡിനോട് ബി സി എന്ന സൈഡിനോട് പാരലായിട്ട് നമ്മൾ ഡി എന്ന ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇന്റർസെക്റ്റിംഗ് ദി അതർ ടു സൈഡ്സ്. ഇവിടെ ഈ ലൈന് ഡി എന്നുള്ള ലൈന് എ ബി എന്നുള്ള ലൈൻ സൈഡിനെയും എ സി എന്നുള്ള സൈഡിനെയും രണ്ടിനെയും ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. The other two sides of triangle are divided proportionally. അങ്ങനെ ഇതിനോട് പാരലായിട്ടാണ് നമ്മൾ ഈ ലൈൻ വരച്ചിട്ടുള്ളതെങ്കിൽ ഇത് ഈ രണ്ട് സൈഡുകളും പ്രൊപ്പോർഷണലായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അഥവാ ഇത് രണ്ടും ഏറെ പിന്നെ പരസ്പരം നല്ല പ്രൊപ്പോർഷണൽ ഉണ്ടാവും, ഒരു കൃത്യമായ പ്രൊപ്പോർഷണലായിരിക്കും ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഒരു ലൈൻ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊപ്പോർഷണൽ ആവില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ക്രൈറ്റീരിയ എന്താ വെച്ചാൽ ബി സി എന്ന ലൈനിനോട് പാരലായിട്ടായിരിക്കണം ഈ ലൈൻ വരയ്ക്കേണ്ടത്. പാരലായിട്ട് നമ്മളൊരു ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലായിരിക്കും എന്നുള്ളതാണ്. ഇഫ് എ ലൈൻ ഡിവൈഡ്സ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ, ഒരു ലൈന് പിന്നെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളെ പിന്നെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ എ ഇ എന്നുള്ളതും ഇ സി എന്നുള്ളതും ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലാണ്, അതേ പ്രൊപ്പോർഷൻ പ്രകാരമാണ് എ ഡി ഡി ബി ഉള്ളത്. ഓക്കെ, അതിങ്ങനെ പ്രത്യേക പ്രൊപ്പോർഷൻ പ്രകാരം പിന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ലൈൻ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. അങ്ങനെയെങ്കിൽ ഇത് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ ബി സി എന്നുള്ളതാണ്. ബി സി എന്നുള്ള ഈ ലൈനിനോട് പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇനി ഫിഗർ 14.5 ഡി ഇ പാരലൽ ടു ബി സി. ഇവിടെ ഡി ഇ പാരലൽ ടു ബി സി ആണ്. എ ഡി ഈസ് ഇക്വൽ ടു 3, എ ഡി ഈസ് ഇക്വൽ ടു 3, ഡി ബി ഈസ് ഇക്വൽ ടു 5 ആൻഡ് എ ഈസ് ഇക്വൽ ടു 6. ഫൈൻഡ് ദ എ സി. എ സി എന്നുള്ളതാണ് കാണാനുള്ളത്. ഇവിടെ എ തന്നിട്ടുണ്ട്, എ സി ആണ് നമുക്ക് കാണാനുള്ളത്. അത് നമുക്കറിയാം എ ഡി ബൈ ഡി ബി, എ ഡി റേഷ്യോയിലാണ് എ ഡി ഡി ബി എന്നുള്ള പ്രത്യേക റേഷ്യോ ആണ്. അതിൻ്റെ അതേ പ്രൊപ്പോർഷണാലിറ്റിയോട് ഈക്വൽ ആയിരിക്കും എ ഇ ഈസ് ഇക്വൽ ടു ഇ സി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് 3/5 ആണെന്ന് പറഞ്ഞു, മറ്റ് 6/x ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം 3x × 5 × 6 ഈസ് ഇക്വൽ ടു 3x ഈസ് ഇക്വൽ ടു 30, x ഈസ് ഇക്വൽ ടു 10. അപ്പോൾ നമുക്കറിയാം ഇ സി എന്നുള്ളതിൻ്റെ ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ഇ പ്ലസ് ഇ സി ആയിരിക്കും എ സി എന്നുള്ളതിൻ്റെ ഇത്. അപ്പോൾ 10 + 6 ആകുമ്പോൾ 16 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എ സി എന്നുള്ള സൈഡിൻ്റെ ലെങ്ത്ത് എന്നുള്ളത്. ഇനി അടുത്തൊരു നോക്കാം. ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ ബൈസെക്ടറിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ദ ബൈസെക്ടർ ഓഫ് ആൻ ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് സൈഡ് കണ്ടെയ്നിങ് ദി ആംഗിൾ. ഇവിടെ പിന്നെ ഈ ആംഗിളിൻ്റെ ഒരു ബൈസെക്ടർ, ഒരു ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഒരു ബൈസെക്ടർ ഇവിടെ എന്നുള്ള ആംഗിൾ എ എന്നുള്ളതിനെ ബൈസെക്റ്റ് ചെയ്തുകൊണ്ടാണ് എ ഡി എന്നുള്ള ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബൈസെക്റ്റ് ചെയ്യുന്ന ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അഥവാ ഇവിടെ ഡി സി എന്നുള്ള ഈ സൈഡിൽ
ഈ ഒരു ആംഗിളും ഈ ഒരു സൈഡിനും ഒരു പ്രത്യേക പ്രപ്പോർഷനിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ആംഗിളോട് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു സൈഡിൻ്റെ അളവ് കൂടും, ആംഗിൾ കുറയുന്നതിനനുസരിച്ച് ഈ സൈഡിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഈ ആംഗിളും ഈ സൈഡും ഒരു പ്രത്യേക പ്രപ്പോർഷൻ ഉണ്ടാവും. അതാണ് ഇതിലൂടെ പറയുന്നത്. ദ ബൈസെക്ടർ ഓഫ് എൻ ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, അഥവാ ഈ ഇവിടെ ഉദാഹരണത്തിന് ഇൻറ്റീരിയർ ആംഗിളായി വരുന്നിട്ടുള്ള ഈ എ എന്നുള്ള ആംഗിളിൻ്റെ ബൈസെക്ടർ എന്നുള്ളത് ഇവിടെ ഇതിൽ എ ഡി എന്നുള്ളതാണ്. ഈ ബൈസെക്ടർ ഡിവൈഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ. ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് ഡി സി ആണ്. അതിനെ ഒരു പ്രത്യേക പ്രപ്പോർഷനിലായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റേഷ്യോ സൈഡ്സ് കണ്ടെയ്നിങ് ദി ആംഗിൾ, ആംഗിൾ ഉൾക്കൊള്ളുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓപ്പോസിറ്റ് സൈഡിനെ ഒരു പ്രത്യേക റേഷ്യോയിലായിരിക്കും ഇതിന് ഈ ആംഗിളിൻ്റെ സെയിം റേഷ്യോ, ഇത് ഈ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്ന ഇതേ റേഷ്യോയിലായിരിക്കും സൈഡും വരുന്നത് എന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണത്തിലൊന്നുകൊണ്ട് നോക്കാം. ദ സൈഡ് എ ബി ആൻഡ് എ സി of a triangle are the length of 6 cm, 8 cm respectively. The bisector of AD of angle A intersects the opposite side BC and D in D such that BD is equal to 4.5 cm. Find the length of segment CD. CD എന്നുള്ളതിൻ്റെ ഇതാണ് കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബി ഡി ബൈ ഡി സി, ബി ഡി എന്നുള്ളതും ഡി സി എന്നുള്ളതും ഒരു പ്രത്യേക റേഷ്യോയിലാണ്. അതേപോലെ എ ബി എ സി എന്നുള്ളത്, എ ബി എന്നുള്ളതും എ സി എന്നുള്ളതും പ്രത്യേക റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. ഇതിനോട് കൂടെ പറയാവുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഇതിൻ്റെ ഈ ഒരു റേഷ്യോക്ക് അനുസരിച്ച് തന്നെ ആയിരിക്കും ഇത് ഈ സൈഡുകളുടെ റേഷ്യോ കടന്നു പോകുന്നത്. അതിനുള്ളൊരു ഉദാഹരണമാണ് ഇതിലൂടെ പറയുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ ബി ഡി ബൈ ഡി സി, ബി ഡി ബൈ ഡി സി എന്നുള്ളതും എ ബി ബൈ എ സി എന്നുള്ളതും. അപ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സൈഡിൻ്റെ അളവിലും മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതും ഒരു പ്രത്യേക റേഷ്യോയിലാണ്. അപ്പോൾ 4.5 ബൈ എക്സ് ഈസ് ഇക്വൽ ടു 6 ബൈ 8. അപ്പോൾ 4/5 ഈസ് ഇക്വൽ ടു 6 ഇൻറ്റു എക്സ്. ദെൻ നമുക്കറിയാം പിന്നെ 8 ഇൻറ്റു 4 32, 4.5 ഇൻറ്റു 8 ഈസ് ഇക്വൽ ടു 36. 36 ബൈ എക്സ് 6 ഈസ് ഇക്വൽ ടു എക്സ് ഈസ് ഇക്വൽ ടു 6. ഓക്കെ, 6 ആയിരിക്കും ഉത്തരം വരിക. ഇനി സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളുകൾ, രണ്ട് ട്രയാങ്കിളുകൾ എപ്പോഴൊക്കെയാണ് സിമിലിയർ ആവുന്നത് എന്നാണ് ഇനി പറയുന്നത്. Their corresponding angles are equal and their corresponding sides are proportional. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളുകളും ഈക്വൽ ആവണം, അതുപോലെ കറസ്പോണ്ടിങ് സൈഡുകളും ഈക്വൽ ആണെങ്കിലാണ് രണ്ട് ട്രയാങ്കിളുകൾ പരസ്പരം ഒരു പ്രപ്പോർഷനിലാണ് എന്ന് പറയാം. ഇനി നമുക്ക് പിന്നെ കുറച്ച് ക്രൈറ്റീരിയകൾ നോക്കാം. ഒന്ന് എ ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റിക്ക് വരുന്ന 3 ആംഗിളുടെ ക്രൈറ്റീരിയയാണ്. If in two triangles the corresponding angles are equal, the triangles are similar. ഇതിൻ്റെ എല്ലാ 3 ആംഗിളുകളും പരസ്പരം പിന്നെ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം രണ്ട് ട്രയാങ്കിളുകളും എപ്പോഴും പിന്നെ ഈക്വൽ ആണ് എന്ന്, രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ എസ് ക്രൈറ്റീരിയ ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ പിന്നെ സൈഡിനോട് മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡ് അതിൻ്റെ പ്രപ്പോർഷൻ പ്രകാരം യോജിച്ച് വരികയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം ഇവിടെ ഒരു എ സി 3.5 ഡബിൾ ആണ് 7 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 6 സെൻറ്റിമീറ്റർ. ഇവിടെ 4.5 ഡബിൾ 9 സെൻറ്റിമീറ്റർ ആണ് വന്നിട്ടുള്ളത്. അതാണ് പറയുന്നത് ഇഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾ ആർ പ്രപ്പോർഷണൽ ദ ട്രയാങ്കിൾ ആർ സിമിലർ. ഈ കറസ്പോണ്ടിങ് സൈഡുകൾ എപ്പോഴും പ്രപ്പോർഷണൽ പ്രകാരം പിന്നെ പരസ്പരം പ്രപ്പോർഷണൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നമുക്ക് പറയാനുള്ളത് എസ് ക്രൈറ്റീരിയ ആണ്. സൈഡ് ക്രൈറ്റീരിയ ആണ്. ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു വൺ ആംഗിൾ ഓഫ് ദ അതർ ട്രയാങ്കിൾ, ദ സൈഡ്സ് കണ്ടെയ്നിങ് ദീസ് ആംഗിൾസ് ആർ പ്രപ്പോർഷണൽ, ദ ട്രയാങ്കിൾ ആർ സിമിലിയർ. ഇവിടെ നമ്മൾ പറയുന്നത് ഈ രണ്ട് പ്രപ്പോർഷണൽ പ്രകാരം വരുന്ന സൈഡുകൾ ഈക്വലാണ്, അതുപോലെ പ്രപ്പോർഷൻ പ്രകാരം സൈഡുകൾ ഈക്വലാണ്, അതുപോലെ ഇതിൻ്റെ വരുന്ന ആംഗിൾ സെയിം ഈ ആംഗിളിനോട് ഈക്വലാണ്. വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു വൺ ആംഗിൾ ഓഫ് ദ അതർ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഈ 60 ഡിഗ്രിയാണ്, ഇവിടെ ഈ 60 ഡിഗ്രിയാണ്. പിന്നെ രണ്ട് സൈഡുകളും ഈക്വൽ ആവണമെന്നില്ല, രണ്ട് സൈഡുകൾ പ്രപ്പോർഷൻ ആയാൽ മതി. ഇതിനോട് പ്രപ്പോർഷനാണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4.5 സെൻറ്റിമീറ്റർ ആണ് എ സി, ഇവിടെ PR 9 സെൻറ്റിമീറ്റർ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആണ് എന്ന് നമുക്ക് സിമിലിയർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഒന്നുകൂടെ പിന്നെ
കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ഇഫ് ഇൻ ടു ട്രയാങ്കിൾസ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ദ ട്രയാങ്കിൾസ് ആർ സിമിലിയർ. കറസ്പോണ്ടിങ് ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് രണ്ട് ട്രയാങ്കിളുകൾ സിമിലിയർ ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ ഇഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ ദ ട്രയാങ്കിൾസ് ആർ സിമിലിയർ. ഒരു രണ്ട് ട്രയാങ്കിളുകളുടെ കറസ്പോണ്ടിങ് സൈഡുകൾ പരസ്പരം പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ട്രയാങ്കിളുകളും ഈ സിമിലിയർ ആണ് എന്ന് പറയാം. അതുപോലെ ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു വൺ ആംഗിൾ ഓഫ് ദ അതർ ട്രയാങ്കിൾ ആൻഡ് ദ സൈഡ്സ് കണ്ടെയ്നിങ് ദീസ് ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ ദ ട്രയാങ്കിൾസ് ആർ സിമിലിയർ. അങ്ങനെ ഒരു ആംഗിൾ രണ്ട് ട്രയാങ്കിളുകളുടെ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആ ഒരു ആംഗിള് അതെ ഇതിൽ മറ്റേ ആംഗിളും ഈക്വൽ, മറ്റേ ട്രയാങ്കിളിൻ്റെ ആംഗിളും ഈക്വൽ ആണ്. ആ ആംഗിൾ നിൽക്കുന്ന രണ്ട് സൈഡുകൾ പരസ്പരം പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, രണ്ട് ട്രയാങ്കിളിൻ്റെയും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളുകളും സിമിലിയർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്നുകൂടെ സം മോർ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്, കുറച്ചും കൂടി റിസൾട്ടുകൾ നമുക്ക് നോക്കാം. ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദ ഹൈപ്പോട്ടനസ്, the triangle on each side of the perpendicular are similar to each other and to the original triangle. ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഹൈപ്പോട്ടനസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് സുപരിചിത ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് അതിൻ്റെ റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൽ നിന്നും അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് ലഭിക്കുന്ന ഈ രണ്ട് ട്രയാങ്കിളുകളും എപ്പോഴും സിമിലിയർ ആയിരിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൊപ്പോർഷൻ പ്രകാരം ഇത് സിമിലിയർ ആയിരിക്കുമെന്നുള്ള ഈ രണ്ട് ട്രയാങ്കിളുകളും സിമിലിയർ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണ സഹിതം ടെക്സ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. വളരെ സുഖമായതുകൊണ്ട് നിങ്ങളത് നോക്കിയാൽ മതി. The ratio of the area of two similar triangles is equal to the ratio of the square of their corresponding sides. The ratio of the areas of two similar triangles is equal to the ratio of the squares of their corresponding sides. ഒരു രണ്ട് ട്രയാങ്കിളുകൾ, സിമിലർ ആയ രണ്ട് ട്രയാങ്കിളുകൾ അതിൻ്റെ റേഷ്യോ പ്രകാരം അതിൻ്റെ സ്ക്വയറുകളായി വരുന്ന കറസ്പോണ്ടിങ് സൈഡുകളോടും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 3, അതിൻ്റെ ഇത് 6, അതേപോലെ ഇവിടെ 5 ഉള്ളത് ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇതിവിടെ 4.5 ഉള്ളത് 9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതും പരസ്പരം പ്രൊപ്പോർഷണലാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തൊന്നും പറയാനുള്ള പൈതഗോറസ് തിയറത്തിൽ വന്നിട്ടുള്ള ഇൻ റൈറ്റ് ആംഗിൾ ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ അതർ ഓൺ ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദി അതർ ടു സൈഡ്സ്. ഇത് നിങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടിൻ്റെയും സ്ക്വയറുകൾ പരസ്പരം മറ്റു രണ്ട് സൈഡുകളുടെയും സ്ക്വയറുകൾ കൂട്ടിക്കഴിഞ്ഞതാണ്. കൂട്ടിയാൽ കിട്ടുന്ന സമ്മായിരിക്കും എന്നുള്ളത് നമ്മൾ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കാരണം h² ഈസ് ഇക്വൽ ടു L² പ്ലസ് B² എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലെഗിൻ്റെ സ്ക്വയറും ബേസിൻ്റെ സ്ക്വയറും ഈസ് ഇക്വൽ ടു h², ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി റൈറ്റ് ആംഗിൾ ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ അത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദി അതർ ടു സൈഡ്. ഈ രണ്ട് സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് ഈക്വൽ ആയിരിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മറുവശത്തിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ ഓൺ വൺ സൈഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദി അതർ ടു സൈഡ്സ് ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഫസ്റ്റ് സൈഡ് ഈസ് റൈറ്റ് ആംഗിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോട് അതിൻ്റെ മറ്റു രണ്ട് സൈഡുകളുടെയും ഒരു സൈഡിൻ്റെ സ്ക്വയറിനോട് മറ്റു രണ്ട് സൈഡുകളുടെയും സ്ക്വയറുകളുടെ സമ്മ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ AC എന്നുള്ള ഒരു സൈഡ്, ഈ സൈഡിൻ്റെ സ്ക്വയർ അഥവാ ഇത് 25 ആണ്. ഇവിടെ AB എന്നുള്ള സൈഡ് എന്നുള്ളത് 3² ഈസ് ഇക്വൽ ടു 9 ആണ്. ഇവിടെ BC എന്നുള്ളത് 4 ആണ്. 4² ഈസ് ഇക്വൽ ടു 16 ആണ്. 16 പ്ലസ് 19 ഈസ് ഇക്വൽ ടു 25. അപ്പോൾ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ B എന്നുള്ള എപ്പോഴും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കുമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ചാപ്റ്റർ ഇതിലൂടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.